Hi guys, welcome back to my channel. Abhi brought to 20 guys. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഗൈസ് ഇൻസ്റ്റാൾ ചെയ്യണം എങ്ങനെ പഠിച്ചു, പിന്നെ കുറച്ച് ബേസിക്സ് ഒക്കെ പഠിച്ചു. ബേസിക്സ് നമ്മൾ പഠിച്ചതെന്നാണ് കാണിച്ചു തരാം. ഇതാണ് നമ്മൾ പഠിച്ചത്. യൂട്യൂബ് മൈ നെയിം ഈസ് അഭിനവ് എന്നൊക്കെ പറഞ്ഞിട്ട് വന്നു പഠിച്ചു നമ്മൾ. പിന്നെ എന്താണ് ഇനി നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എങ്ങനെ ടൈറ്റിൽ ടൈപ്പ് ചെയ്യാമെന്നാണ്. ഹെഡിങ് ടൈപ്പ് ചെയ്യാമെന്നാണ് നമുക്ക് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ എപ്പോഴും ചെയ്യണ പോലെ HTML ആണെന്നറിയാൻ വേണ്ടി HTML ടാഗ് അടിക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ഹെഡ് അടിക്കുക, ടൈറ്റിൽ, ഓക്കെ നമുക്ക് അങ്ങനെ ടാഗ് അടിക്കാൻ നോക്കാം. ഇനി H1 ടാഗ്, H2, H3, H4, H5, H6, H6 വരെ ഉണ്ട് ടാഗ്സ്. H1 പറഞ്ഞാൽ ഏറ്റവും വലിയ ഹെഡിങ്. നമുക്ക് അടിച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഹെഡിങ് പിന്നെ എല്ലാം ചെയ്യണ പോലെ ക്ലോസ് ചെയ്യുക. H1 തന്നെ ടാഗ് വെച്ച് ക്ലോസ് ചെയ്യുക, ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക. H2 അതിന് തൊട്ട് ചെറുത്, H3 അതിനേക്കാളും തൊട്ട് ചെറുത്, H3 അതിനേക്കാളും കുറച്ച് ചെറുത്, H4 അതിനും ചെറുത്, H5 H4നേക്കാളും കുറച്ചും കൂടി ചെറുത്, H6 ആണ് ഏറ്റവും ചെറുത്. അതാണ് നമുക്ക് ഏറ്റവും ചെറിയ ഹെഡിങ് ടൈപ്പ് ചെയ്യാൻ തന്നെ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എല്ലാം ഔട്ട് വന്നിട്ട് നമുക്ക് കാണാം. ഞാൻ നിങ്ങൾക്ക് ബോറടിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചാണ് ഇത്ര ഫാസ്റ്റ് ഫോർവേഡ് ചെയ്ത് വരുന്നത്. ഇനി നിങ്ങൾക്ക് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്ത് വിടുന്നത് ഇഷ്ടമല്ല എങ്കിൽ പറ ഗൈസ്, നമുക്കത് പരിഹാരം ഉണ്ടാക്കാം. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത വീഡിയോ ആയിട്ട് വരുമ്പോൾ നല്ല സപ്പോർട്ട് ഉണ്ടാകണം ഗൈസ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ്, നിങ്ങൾ ഫ്രീ ആയിട്ട് പഠിക്കട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ഇത്രയും വലിയ എഫേർട്ട് എടുത്ത് ഇതൊക്കെ ചെയ്യുന്നത്. സാധാരണ അക്കാഡമീസിലൊക്കെ പോവുകയാണെങ്കിൽ മറ്റേ 10,000 15,000 മിനിമം 5,000 രൂപ എടുത്ത് പഠിക്കുന്ന സംഭവങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഇത് ഫ്രീ ആയിട്ട് പഠിപ്പിച്ചത്. അപ്പം നിങ്ങൾ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഉള്ള അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. ഇതൊക്കെ ചെയ്യാൻ ഞാൻ ഇത്രയും എഫേർട്ട് എടുത്ത് ചെയ്യുന്ന വീഡിയോയാണിത്. കഴിഞ്ഞ വീഡിയോയിനേക്കാൾ നല്ല റീച്ച് വേണം. കഴിഞ്ഞ വീഡിയോയ്ക്ക് അധികം റീച്ച് ഉണ്ടായിരുന്നില്ല, അപ്പോൾ നല്ല റീച്ച് വേണം ഗൈസ്. അപ്പം നമുക്കിനി ഫാസ്റ്റ് ഫോർവേഡിൻ്റെ ആവശ്യമില്ല. എന്തായാലും നമ്മൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഇവിടെ ഹെഡിങ് വരെ എത്തി ഗൈസ്. എന്തൊക്കെയായാലും ഇപ്പോൾ H5, H6, ഓക്കെ ഗൈസ്, ഇതാണ് ഹെഡിങ്. ഇനി നമുക്ക് ഇത് സേവ് ചെയ്യാം. അവിടെ പോയിട്ട് ഇപ്പം എന്ത് ചെയ്യും, ഡെസ്ക്ടോപ്പിൽ ഞാൻ gg.html ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞാണ്, HTML ഫോർമാറ്റിൽ വേണം ഫയലുകൾ സേവ് ചെയ്യാൻ. ഇല്ലെങ്കിൽ HTML അല്ലാത്ത ഫോർമാറ്റിൽ ഫയലുകൾ സേവ് ചെയ്തിട്ട് കാര്യമില്ല. GG ഓക്കെ ഗൈസ്, GG പറഞ്ഞിട്ട് വന്നു. കയറി ഹെഡിങ് ചെറുത്ത് വരെ വന്നേക്കണോ. ഇതാണ് ഹെഡിങ് ടാഗിൻ്റെ ഉപയോഗം. ഹെഡിങ് ടാഗിൻ്റെ ഉപയോഗം ഇതൊക്കെയാണ്. പിന്നെ നമുക്ക് കളർ കോഡ്സ് ഉണ്ട്. ഇപ്പം നമുക്കൊരു കളർ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ RGB കളർ കോഡ്സ് ഉണ്ട്. അതിപ്പം നമുക്ക് കളർ അടിച്ചു കൊടുത്താലും വരും, പക്ഷെ നമ്മൾ കളർ കോഡ്സ് പഠിച്ചിരിക്കണ ഒരു നല്ല കാര്യമാണ്. അത് നല്ല കാര്യമാണ്. ഓരോന്നിനും ഓരോ കളർ കോഡ്സ് ഉണ്ട്.
ഓരോ കളറിനും ഓരോ കളർ കോഡ്സ് ഉണ്ട്. അത് ഹെക്സാഡെസിമൽ ഇത് വെച്ചിട്ടാണ് പഠിക്കുന്നത്. ഹെക്സാഡെസിമൽ എന്താ അറിയാത്തവർക്ക് അതൊരു കമ്പ്യൂട്ടറിലെ നമ്പർ സിസ്റ്റമാണ്. കമ്പ്യൂട്ടറിൽ മെയിനായിട്ട് 4 നമ്പർ സിസ്റ്റം ഉണ്ട്. ഒക്ടല്, ബൈനറി, ഹെക്സാഡെസിമൽ, ഡെസിമൽ. അങ്ങനത്തെ 4 നമ്പർ സിസ്റ്റമാണ് കമ്പ്യൂട്ടറിൽ മെയിനായിട്ടുള്ളത്. അതിനെക്കുറിച്ച് നമുക്ക് വേറൊരു വീഡിയോ, നമുക്ക് അടുത്ത വീഡിയോ ഒക്കെ വേണമെങ്കിൽ അതിനെക്കുറിച്ച് ചെയ്യാം. ബൈനറി നമ്പർ സിസ്റ്റത്തെ പറ്റി അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റുകയാണെങ്കിൽ അതിനെപ്പറ്റി ചെയ്യാം. നമുക്ക് അതിനെപ്പറ്റി വേറൊരു വീഡിയോ ചെയ്യാം. നിങ്ങൾക്ക് കളർ കോഡ്സ് ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇടുക, റിപ്ലൈ ആയിട്ട് തരാം. അല്ലെങ്കിൽ വേണ്ട ഗൈസ്, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കളർ കോഡ്സ് ഇട്ട് തരാം ഗൈസ്. കളർ കോഡ്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ടൈപ്പ് ചെയ്തിട്ടേക്കാം ഗൈസ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കളർ കോഡ്സ് അവിടെ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ കുറച്ച് കളേഴ്സ് കോഡ്സിനകത്ത് ഇട്ടേക്കാം ഗൈസ്. ഒരു 6-7 കളർ കോഡ്സ് ഞാൻ അതിനകത്ത് ഇട്ടേക്കാം ഗൈസ്. ഗൈസ് പിന്നെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഗൈസ് നമ്മൾ ഇത് എപ്പോഴും ചെയ്യണം. നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യൂ ഗൈസ്. ഇറ്റ്സ് മീ അഭിനവ് സൈനിങ് ഓഫ് ഫ്രം അബി ബ്രോ ഗൈസ്. ബൈ.